ആ ഒരു ചിത്രം ആ മുഖത്തെ ഭാവങ്ങളിലൂടെയും വാക്കുകളിലൂടെയും കൃത്യമായി തന്നെ വരച്ച് കാണിക്കാൻ ആ കുട്ടിക്ക് എന്തായാലും കഴിഞ്ഞു. ഭാവുകങ്ങൾ ഇപ്പോൾ സൂര്യഗായത്രിയും രേണുകയും അവിടെ അതിഥികളുമായി തയ്യാറാണ്. ഇത്തവണ ഏത് പ്രതിഭകളെയാണ് തേടിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ല. മോണാക്ട് അല്ല, മിമിക്രി. അപ്പൊ നമുക്ക് വേണ്ടി മിമിക്രിയാണ്. മൊത്തത്തിൽ എല്ലാ കലയും എനിക്കിപ്പോ കുഴഞ്ഞു പോവാ. ഒരുപാട് പേരുകൾ ഒരു ദിവസം പറയുന്നോണ്ടായിരിക്കാം. അപ്പൊ തുടങ്ങിയാലോ? അപ്പം ഇന്ന് തിരുവനന്തപുരത്ത് ഇപ്പൊ ഇത്ര നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഒരു പടക്കം പൊട്ടിച്ച് നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും കാർണിവലിൽ പോയി കഴിഞ്ഞാൽ ഒരു മരണക്കിണർ കാണുന്നത് ശരിയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു UK പോയി കഴിഞ്ഞാൽ അവിടെ DJ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ചില ആൾക്കാർ ഹ്യൂമൻ ബീറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഞാനത് ചെയ്യാം. വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം. കാരണം ഇത്രയും ശബ്ദത്തിന്റെ ഇടയിലും അവൻ ആ എഫോർട്ട് എടുത്ത് ചെയ്തു എന്നുള്ളതാണ്. അച്ഛൻ എങ്ങനെയുണ്ട് മോന്റെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിരുന്നു. കാരണം നമുക്കങ്ങനെ പറയാൻ ഗുരുക്കന്മാർ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ തന്നെയാണ് ചെയ്ത് പഠിച്ചത്. യൂട്യൂബിലൊക്കെ നോക്കി അവൻ തന്നെ ചെയ്ത് പഠിച്ച് ഈ ലെവൽ വരെ എത്താൻ പറ്റി. അപ്പോൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം. അവൻ്റെ കഴിവുകളുണ്ട്. അപ്പോൾ ഇനി വീണ്ടും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എ ഗ്രേഡ് ആണ്. യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് വളരെ മികച്ച രീതിയിൽ ചെയ്ത് എ ഗ്രേഡ് വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ടഫായിരുന്നു കോമ്പറ്റീഷൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ എ ഗ്രേഡ് കിട്ടുകയെന്ന് പറഞ്ഞൊരു സന്തോഷമാണ്. അപ്പം അത് ഒരു പ്രത്യേകതരം സന്തോഷമാണ്. അതെ, ഇതൊരു പ്രത്യേകതരം സന്തോഷമാണ്. കാരണം യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ സൂര്യ ചേച്ചി? അച്ഛൻ മിമിക്രി ചെയ്യില്ല? ഇല്ല, അങ്ങനെ പ്രൊഫഷണലി കലയുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ അവനിങ്ങനെ ചെറുപ്പം പോലെ ഇങ്ങനെ ചെറിയ ശബ്ദങ്ങളൊക്കെ കേട്ട്